അച്ഛാ അച്ഛൻ എന്തെയ്യാ ആലോചിക്കണേ? എടാ ഞാൻ ആലോചിച്ചതേ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും രാജഭരണമായിരുന്നെങ്കിൽ, നമ്മുടെ കുട്ടിലപ്പാട്ട് തറവാട്ട് കൊട്ടാരമായിരുന്നെങ്കിൽ, എൻ്റെ കാലശേഷം എൻ്റെ ഈ 3 മക്കളിൽ ആർക്ക് രാജഭരണം കൊടുക്കണം എന്നാലോചിച്ചോണ്ടിരുക. അച്ഛൻ ആർക്കാ കൊടുക്കുക? എടാ അതിന് ചൊവ്വള്ള ഒരുത്തനുമില്ലല്ലോ. എൻ്റെ കാലശേഷം ഈ നാടനാഥമായി പോയാന്. അച്ഛൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അച്ഛാ. ഈ കൊട്ടിലപ്പാട്ടിലേ രാജാവാൻ യോഗ്യത ഉള്ളത് എനിക്ക് തന്നെയാ. ഈ കൊട്ടിലപ്പാട്ടിനെ അത്രയും ഭംഗിയായിട്ട് നോക്കണ ആളാ ഞാൻ. അത് ഇവിടുത്തെ മണ്ണിനും പുല്ലിനും പശുക്കൊക്കെ വരെ അറിയാം. എന്താ അപ്പുണ്ണി രാജാവായാല്? അയ്യേ, രാജാവാക്കാൻ നിന്നെ കൊള്ളത്തിലടാ. കൂടി വന്നാൽ കുന്തം പിടിച്ചോണ്ട് കൂടെ നിർത്താൻ ഒരു പടൽ അത്രക്കേ കൊള്ളാവും. അച്ഛൻ രാജാവ് കുറച്ച് മാറിയിരുന്നു. ഞാൻ കാടിയാ കളിക്കണേ കേട്ടോ. ഒരു രാജാവ് വന്നിരിക്കണോ? അച്ഛൻ രാജാവായിരുന്നെങ്കിലേ എതിർഭാഗത്തുള്ള രാജാവ് വന്ന അച്ഛനെ തുരത്തിയിട്ട് ഈ കൊട്ടിലപ്പാട്ട് കൈക്കലാക്കിട്ട് പോയേനെ. അറിയോ? അതൊന്നും നടക്കത്തില്ലടാ. അതെന്താ? എടാ ഞാൻ ആ രാജാവെങ്കിലും മുന്നിൽ നിന്ന് ഭരിക്കുന്ന റാണി സീതാലക്ഷ്മി അല്ലയോ? ഒരൊറ്റ രാജാക്കാൻ ഭരിച്ചോണ്ട് മുന്നോട്ട് വരത്തില്ല. അത് അച്ഛൻ പറഞ്ഞത് ശരിയാ. അച്ഛന്റെ ഒരു പഴയൊരു ബന്ധുല്ലേ, ഒരു പാർവതി ചേച്ചി, ഒരു മോളും. പാർവതിയുടെ അവര് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്തോ ഒരു കാര്യത്തിന് വന്നിട്ട് അമ്മ അവരെ ലഹളയായിട്ട് പറഞ്ഞേച്ചില്ലേ. പിന്നെ അവർ ഈ പടി കയറിയില്ലല്ലോ. കണ്ടോ, അതാണ് അവിടെ ഗുണം. അമ്മേ വെറും റാണിയല്ല, ടാൻസി റാണിയാണ്. എന്താ നീയും തന്നെ കലക്കി കുടിക്കണേ? എന്താ അമ്മ വന്നേ? അല്ലടാ, ആ ഷായനെ കണ്ടോ? ഷായന എവിടെ ഇല്ലേ? അവിടെ രാജാവ് ഇരിക്കുക. രാജാവോ? അച്ഛൻ രാജാവ്. അച്ഛാ, പങ്ക്യമാരെ രാജാവാക്കാൻ പറ്റുമോ? എങ്ങനെയാണോ? കൂടി വന്ന ഒരു വിദൂഷകൻ. അപ്പൊ അമ്മാവനും ഭാഗ്യമില്ല. എന്താ സംഗതി? അതെ, അച്ഛൻ പറയണേ നമ്മുടെ കൊട്ടിലപ്പാട്ട് കൊട്ടാരായിരുന്നെങ്കിലേ അച്ഛന്റെ കാലശേഷം മക്കളിൽ ആര് രാജാവെന്ന് ചോദിക്കായിരുന്നു. അപ്പൊ ചൊവ്വയുള്ള ആരും ഇല്ല അത്രേ. അച്ഛൻ തന്നെ രാജാവായിട്ട് നിൽക്കുള്ളൂ. ഇനി ഇത് കൊട്ടാരം കൂടി ആവണം. നന്നാവും ഇത് കൊട്ടാരം കൂടി ആയാലും. എടാ ചങ്ങാതി, ആ ഷായനെ കണ്ടോ നീ? ഷായനെ ഇവിടെ വന്നിട്ടാണ് ചോദിക്കുക. ഇവിടെ വന്ന് നന്ദിനെ ചോദിക്കണം, രമണിനെ ചോദിക്കണം, എന്നെ ചോദിക്കണം. അല്ലാണ്ട് ഷായനെ ഇങ്ങോട്ടൊന്നും വരാറില്ല. വരാറില്ലെന്നോ? ഏത് നേരം നിന്റെ അടുത്ത് ഓരോ പരദൂഷണം പറഞ്ഞതിന്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ടല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഈ അയലത്തേക്ക് വരാറില്ല അവള്. ഇപ്പഴേ ഏത് നേരം അവള് ഫോണിലാ. ഒരു ഫോൺ വന്നാലേ 1.5 മണിക്കൂറൊക്കെ അമ്പിളിങ്ങിട്ട് അവള് സംസാരിക്കണേ. ഫോണ് താഴെ വെച്ചിട്ടുണ്ട് എങ്ങോട്ട് വരാൻ നേരം. തന്നെയാണല്ലോ എല്ലാവരും പറയണത്. ഇപ്പൊ എവിടെ പോയി കിടക്കുണ്ടാവും? ഞാൻ എല്ലായിടത്തും നോക്കിയേ. അകത്തൊക്കെ നോക്കിയോ? റൂമിലോ? അവരുടെ റൂമിലോ? അവിടെ നോക്കിയില്ല. അവിടെ പോയി നോക്കണ്ടേ? റൂമിൽ കയറി ഒരാളിങ്ങനെ കുത്തിരിക്കോ? റൂമിൽ നോക്കണം. അവിടെ സ്വകാര്യ സംഭാഷണം അമ്പിളിനേറ്റ്. അതെ. പോയി നോക്കി നോക്ക്. ഇനിയിപ്പോ രണ്ടാളും കൂടി ഒളിച്ചോടാനുള്ള പരിപാടി ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. അമ്മ പോയി നോക്ക്. എടാ മക്കേ, ഈ ഷാഹിനെ കണ്ടിട്ട് എന്താടാ ഇത്ര കാര്യം? അത് പാർട്ടി ഓഫീസിൽ ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് കളിയാ. ഷാഹിനെ പാർട്ടിയിൽ എടുക്കണ്ടോ? പാർട്ടിയിലെടുക്കേ? അവളെ ടീ പാർട്ടിയിലേക്ക് എടുക്കാം, അല്ലാണ്ട് പാർട്ടിയിലേക്ക് ചേർത്താൻ പറ്റുമോ? പിന്നെ അമ്മാവൻ പാർട്ടിയുടെ എന്താ പറഞ്ഞല്ലോ? അല്ലടോ, നമ്മുടെ പാർട്ടി ഓഫീസിലേ കേബിളിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പിളി ഉള്ള സമയത്ത്. ഞാനപ്പൊ പാർട്ടി ഓഫീസിൽ പറഞ്ഞു നമ്മുടെ അല്ലേ എങ്ങനെ ഞങ്ങളുടെയിലുണ്ട് പദ്ധതിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണക്ഷൻ കൊടുത്തത് അവിടെ. എന്റെ അപ്പുണ്ണേ എന്തിന് പറയണു, സ്വൈര്യം എന്ന് പറഞ്ഞത് ഇപ്പല്ല. ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ആവുകടാ. ഇത് അവളുള്ള സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ വന്ന് നേരാക്കിയായിരുന്നു. ഇപ്പൊ ആളും വരുന്നില്ല നേരാക്കാൻ. വരണത് ഈ മനോഹരനല്ലേ. എന്താ സ്ഥിതി എന്ന് നമുക്കറിയാലോ. എന്താ ചെയ്യാ? അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നേ. അവളെ തന്നെ പോയി നോക്ക്. ഞാൻ ഒന്ന് നോക്കി നോക്കാം. റൂമിലുണ്ടാവും, പോയി നോക്ക്. ഈ കേബിള് കട്ടായി കിടക്കണ കാരണം എനിക്ക് അങ്ങോട്ട് പോവാനും പറ്റണല്ലേ. അമ്മാവൻ കേബിളിനുള്ളിൽ കൂടെയാണോ പോണേ? എന്താ ഈ ചേട്ടൻ പറഞ്ഞത്? എടാ, ഈ കേബിള് കട്ടായി കിടക്കണ ആളുകളുടെ ചീത്തൊക്കെ ഞാനല്ലേ കേൾക്കണേ. അതാ പറയണത്. അമ്മ പോയി നോക്ക്, റൂമിലുണ്ടാവുള്ളൂ. പോയി നോക്കട്ടെ. കൊട്ടിലപ്പാട്ട് രാജാവേ, ഈ കാടിവെള്ളത്തിന്റെ പക്കൊന്ന് പിടിക്കോ? ഈ കൊട്ടാരത്തിലെ പശുക്കൾക്ക് കൊടുക്കാനാ. ഇതാ രാജാവ്. പ്രജകൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, എന്നിട്ട് രാജാവ് അത്രേ. അവിടെ ഇരുന്നോ, ഞാൻ കൊടുത്തോളാം. നന്ദിനിയേ, രമണിയേ, ഇതാ ഞാൻ വരുന്നുട്ടാ. ഞാൻ എന്തെടുക്കാൻ? ഞാൻ എൻ്റെ അമ്പിളിക്കോട് സംസാരിച്ച് ഇങ്ങനെ നടക്കുന്നല്ലോ. അമ്പിളിക്ക് എന്ത് ചെയ്യാ? കഴിക്കാണോ? എന്താ കഴിക്കുന്നേ? പിസ്തയാ? അതെ, ഞാൻ ഒരു കാര്യം പറയാട്ടോ. എപ്പോഴും ഇങ്ങനെ പിസ്തയൊക്കെ കഴിച്ച് നമുക്ക് കടവും കാര്യങ്ങളൊക്കെ ഉള്ളത് മറന്നു വേണ്ട. ഭാവിയെ പറ്റി ചിന്തയൊക്കെ വേണം.
അത് പോവിടുന്ന് അമ്പിളിക്ക. പിന്നെ വേറെന്താ, പുറത്തേക്കൊന്നും പോയില്ലേ? ഇന്ന് മുഴുവൻ അങ്ങ് സംസാരിച്ചിരിക്കാട്ടോ. ആ എനിക്ക് സംസാരിക്കണം, അല്ലാതെ പറ്റൂല. ഇന്ന് ലീവല്ലേ, പ്ലീസ് അമ്പിളിക്ക. അമ്മ വിളിക്കണു. അമ്പിളിക്ക ഒരു സെക്കൻഡേ, കുമാരിയേച്ചി വന്നു. എന്താ അമ്മ വിളിക്കണോന്ന്. അമ്മ എന്തിനാ വിളിക്കണേ? ആ ഏതാണ്ട് മാങ്ങ അരിയണോ ഉണക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ വന്നോളാന്ന് പറയാ. എപ്പോ വന്നോളാന്ന്? ഫോണ് വെച്ച് കഴിഞ്ഞിട്ട് വരാ. അത് തന്നെ പറയണേ, ഇത്ര നേരം ഈ ഫോണ് തുടങ്ങിയിട്ട്. എന്റെ ചേച്ചി അമ്പിളിക്ക് ഇന്ന് ലീവാ, അപ്പൊ ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. ലീവാന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ ആരെങ്കിലും ഫോൺ വിളിക്കുവോ? 24 മണിക്കൂറൊന്നും വിളിച്ചില്ലല്ലോ. ചേച്ചി ഞാൻ വരാന്ന് പറ. നീ തന്നെ പോയിട്ട് അമ്മയടുത്ത് പറഞ്ഞോ. ചേട്ടാ നല്ല ചേച്ചിയല്ലേ, പ്ലീസ് ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. നീ പറയ അമ്മയോട് വരാന്ന്. എന്തേ? ഒന്നുമില്ല. ഹലോ അമ്പിളിക്ക, അമ്മ വിളിക്കുന്നെന്ന്. ഞാൻ എന്നാ പോയിട്ട് വന്നിട്ട് വിളിക്കാവേ. വെക്കലേ വെക്കലേ. എന്താണ് ഇങ്ങോട്ട് നോക്കുന്നത്? അങ്ങോട്ട് നോക്ക് ചേച്ചി, അങ്ങോട്ട് നോക്ക്. എന്തിനാ അങ്ങോട്ട് നോക്കണേ? നോക്കുന്നേ. ആ നോക്കി. ഹലോ, ഐ ലവ് യു. വിളിക്കാട്ടോ. ഐ ലവ് യു ഉമ്മ. അതിനാണ് എന്നോട് അങ്ങോട്ട് തിരിയാൻ പറഞ്ഞത്. ആ അതിന് തന്നെ, എന്തിപ്പോ കുഴപ്പം? എടി, ആ മുറിയിലിരുന്ന് പറയേണ്ട കാര്യമില്ലേ ഉള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ വഴിയിൽ വന്ന് നിന്നിട്ട് ഐ ലവ് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നോട് തിരിഞ്ഞിക്കാൻ പറ്റുന്ന കാര്യം. ചേച്ചി തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വന്നത്. വേറെ ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് വേണ്ട ചേച്ചിക്ക് അങ്ങ് ചെയ്തു കൊടുത്താൽ പോരായിരുന്നോ? ആ കൊള്ളാലോ പെണ്ണ്. എന്തേ? ഒന്നുമില്ല. ഇനി ഒരു കാര്യം പറയട്ടെ. എന്താ? ശരിക്കും നിന്നെ അമ്മ വിളിച്ചില്ല. അമ്മ വിളിക്കണോന്ന് ഞാൻ കള്ളം പറഞ്ഞ. എന്ത് സാധന ചേച്ചി. അല്ല, നിന്നെ ഞാൻ കുറെ നേരമായി നോക്കണു, കണ്ടില്ല. അപ്പൊ എവിടെയാന്ന് അറിയാൻ വേണ്ടി വന്നാ. എന്ത് കഷ്ടം, ഞാൻ എന്റെ അമ്പിളിക്കോട് സംസാരിക്കല്ലായിരുന്നു. വല്ലപ്പോഴല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ. വല്ലപ്പോഴോ? എന്നും 3-4 മണിക്കൂറല്ലേ? എന്നൊന്നുമില്ല 3-4 മണിക്കൂർ. ഇന്ന് ലീവ് ആയതുകൊണ്ടാ. ആ ആയിക്കോട്ടെ. അല്ല അമ്പിളിക്കോട് ചോദിച്ചു നോക്ക്. ആ ഷൈന മേഡം ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഭംഗിയാവ? അല്ല, ഷൈന മേഡം തിരക്കിലല്ലെങ്കിൽ ഒരു കാര്യം പറയാണ്ടായിരുന്നു. കുറച്ച് തിരക്കിലാണ്, എന്നാലും പങ്ക്യാമനായതുകൊണ്ട് പറഞ്ഞു. ഒറ്റ മിനിറ്റ് ആ ഒറ്റ മിനിറ്റ് എടുത്തോ. അതെ, ആ പാർട്ടി ഓഫീസിൽ ആ കേബിൾ ഒന്ന് നേരാക്കാൻ ആരെങ്കിലും വിടണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അയ്യോ, അത് ഇതുവരെ ശരിയാക്കിയില്ലേ? ഇല്ല. ഞാനാ മനോഹരനെ ഏൽപ്പിച്ചാന്ന് ഒന്ന് പോയി നോക്കാൻ. അവിടെ ഒരു മനോഹരനും വന്നിട്ടില്ല. ദിവസം എത്രയാ ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് കിടക്കണോ? പങ്ക്യാമിന് എന്തിനാ ദേഷ്യപ്പെടണേ? ഈ പാർട്ടി ഓഫീസിൽ ടിവിയുടെ അത്യാവശ്യം എന്താ? പണിയില്ലാതെ കുറെ പേർക്ക് സിനിമ കാണാൻ വേണ്ടിട്ട്. നീ ഇരുന്ന് ഇവിടെ സിനിമയും സീരിയലും കാണുന്ന പോലെ അവിടെ ഇരുന്നിട്ട് സിനിമയും സീരിയലും കാണുകയല്ല ഞങ്ങൾക്ക് അവിടെ പാർട്ടി ചർച്ചകൾ ഉണ്ടാവും, വാർത്തകൾ കാണണം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടെന്താന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഏത് സഖ്യകക്ഷിയിലാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ. അപ്പൊ ഇതൊക്കെ ടിവി കണ്ടിട്ട് അറിയണേ? TV കണ്ടിട്ടാണോ അറിയണെന്ന് ചോദിച്ചത് ആഴ്ചയിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എവിടെയാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കണമെന്ന് ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? അതെ, ഇതെന്താ ഇതിനുള്ളൊരു തീരുമാനം? പങ്ക്യാമ ഒറ്റ മിനിറ്റ്. ഹലോ അമ്പിളിക്ക, ഞാനേ അങ്ങോട്ട് വിളിക്കാവേ. ഈ പങ്ക്യാമൻ ഒരു ചീഞ്ഞ കേസുമായിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് തീർക്കട്ടെ. വിളിക്കാവേ. അത് ശരി. അപ്പൊ ഇത് ചീഞ്ഞ കേസായതുകൊണ്ടാണ് നീ ഏറ്റെടുക്കാത്തത്. ഇപ്പൊ കാര്യം മനസ്സിലായി. അതെ, കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളും, ഇത് ചീഞ്ഞ കേസും. അതെ, ആദ്യം നീ ഈ ഫോൺ വിളി, അമ്പിളിന്നുള്ള ഫോൺ വിളി ഉണ്ടല്ലോ, അത് നിർത്തിയ നീ നേരാവും. അത് കറക്റ്റാ. 24 മണിക്കൂർ ഉണ്ട് ഒരു ഫോൺ വിളി. പിന്നെ അല്ല, എന്ന് നീ അവന്റെ കൂടെ ഇറങ്ങി പോന്നോ അന്ന് നിന്റെ പകുതി ജീവിതം തീർന്നു. ഇപ്പൊ നീ ഫോൺ വിളി. നിങ്ങൾ എന്ത് വർത്താനൊക്കെ ഈ പറയുന്നേ? അതെ, ഗൾഫിൽ കെട്ടാനുള്ള ഒരു ഭാര്യയുടെ വേദന നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എന്ന് വിചാരിച്ചിട്ട് കുട്ടി ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട് ഫോൺ എന്ന് വിചാരിച്ചിട്ട് ഗൾഫിലുള്ള ആൾക്കാരെ അങ്ങനെ മാറി മാറി വിളിക്കുക. അതിന് പങ്ക്യാമിനെ വിളിക്കാൻ ഭാര്യയൊന്നും ഇല്ലല്ലോ. ഭാര്യ ഇല്ല വെച്ചിട്ട് വേറെ ആൾക്കാരെ വിളിക്കണേ വിളിക്കാം. അങ്ങനെ 24 മണിക്കൂർ വിളിക്കല്ല. വേറെ ആരും വിളിക്കാനാ? സത്യം പറഞ്ഞു ആരെയാ? എന്തൊക്കെയാ ഈ കുട്ടി പറയണേ? കേബിളിന്റെ കാര്യം പറയുമ്പോ റൂട്ട് മാറി പോണേ. അതെ, ഇപ്പൊ എന്താ വേണ്ട? കേബിള് ശരിയാക്കണം, അത്രല്ലേ ഉള്ളൂ.
അത് ഞാൻ ഏറ്റു, ശരിയാക്കിക്കോളാം. ഏറ്റവും അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യാൻ പോണേ അത് പറയും. ഞാൻ മനോഹരനെ വിട്ടോളാം. മനോഹരനെ വിട്ടിട്ടൊന്ന് തൽക്കാലം കൊണ്ട് അത് നേരാവാൻ പോണില്ല. എന്താണ് അവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നീ എന്നോട് പറയും, ഞാൻ അത് പോയിട്ട് ശരിയാക്കാം. അതൊന്നും വേണ്ട പങ്കിയാമ്മ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ റെഡിയാക്കി തരാം കേട്ടോ. വെറുതെ ആണേ ഇവള് ഈ ഫോണും കൊണ്ട് നടക്കുള്ളൂ. കുമാരേച്ചി, അപ്പുണ്ണിയാണ് ഇപ്പൊ ഗൾഫിലായിരുന്നെങ്കിലേ ചേച്ചി ഇതുപോലെ ഫോൺ വിളിച്ചോണ്ട് നടന്നേനെ. ആ അതെ, ആ പുണ്ണി ഗൾഫിലല്ലാന്നേ ഉള്ളൂ. ആ തൊഴുത്തുനിന്ന് ഇറങ്ങിയിട്ട് അവന് നേരമില്ല. അമ്പിളിക്ക് വിളിക്കുന്നു. വിളിക്കാം. ഹലോ അമ്പിളിക്ക, ഞാനേ മുറി കയറിയിട്ട് സംസാരിക്കാട്ടോ, ഇവിടെ കുറച്ച് ശല്യങ്ങളുണ്ട്. പഞ്ചാമിനെ തോന്നണു. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെന്നപ്പാ പറയാ. ഒരു ഗൾഫുകാരനും ഒരു കേബിൾ മുതലാളിച്ചി. അല്ല പങ്ക്യാമന് ഇപ്പൊ എന്താ ധൃതി? ധൃതി എന്ന് പറഞ്ഞ കുട്ടിയെ, ഞാൻ അവിടെ കയറി ചെല്ലുമ്പോ അവരുടെ ഒക്കെ ധാരണ നിങ്ങളെന്താ കേബിള് നേരാക്കാത്തത്, നിങ്ങളല്ലേ കേബിള് എന്ന് എന്നോട് പറയണതേ. ദൈവത്തിനും നമുക്കെല്ലാം അറിയുള്ളൂ നമ്മൾ ഇതായിട്ടൊരു ബന്ധമില്ലാന്ന്. സത്യം പറ, പങ്ക്യാമൻ എത്ര പൈസ മേടിച്ചിട്ടുണ്ട്? ഇത് എന്തോ പൈസ അവിടുന്ന് മേടിച്ചിട്ടുണ്ട്. എന്ത് പൈസ മേടിക്കണം അവിടുന്ന്? പൈസ മുഴുവൻ മേടിക്കണത് അവളല്ലേ. അതല്ല, ശരിയാക്കാന്ന് പറഞ്ഞ എന്തോ മേടിച്ചിട്ടുണ്ടോ? കുമാരി വെറുതെ മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നോട്ടോ. ആ ഞാൻ ഒരു പൈസയും വാങ്ങിയിട്ടില്ല. എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ടെൻഷന്റെ കാര്യമില്ല. പൊക്കം അവിടുന്ന് വന്നവരും പോയവരൊക്കെ ഒരേ തരക്കാരാ. എന്ത് പങ്ക്യാമ? ആ ഒന്നുമില്ല. അവിടെ നിൽക്കും, ഞാൻ ചോദിക്കട്ടെ. ആ പിന്നെ അപ്പൊ അത് കഴിഞ്ഞു. അമ്മേ ആ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കിയേ. അമ്മേ ആ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കാൻ. അത് നീ തന്നെ ഇട്ടാ മതി. എന്താണ് അമ്മ എന്താ ഈ തത്തയത്ത നോട്ടക്കാരിയെ പോലെ അങ്ങനെ അടിക്ക് കൈ കൊടുത്തിരിക്കണേ? ഞാൻ അമ്പിളിയുടെ കാര്യം ആലോചിക്കായിരുന്നടാ. എന്ത്? എടാ അവന് കടത്തിന്റെ മുകളിൽ കടവും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഇവിടുന്ന് കടല് കടത്തി വിട്ടത്. അമ്മയുടെ വർത്തമാനം കേട്ടാ അവൻ ഗൾഫൊക്കെ മതിയാക്കിട്ട് നാട്ടിലേക്ക് വരാൻ പോകുന്നു തോന്നല്ലോ. എടാ ഈ ഷാഹിൻ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന പിന്നെ അവനെ പണി നിർത്തിയിട്ട് ഇങ്ങോട്ട് വരില്ലേ? അവൻ വരും. ആ അമ്മേ അതെന്തറിയോ, ഈ ഷാഹിനെ അവൻ ഇപ്പോഴും പ്രേമിച്ച് കൊതിർന്നില്ല, അതാണ്. പ്രേമിക്കുന്നു അവനതല്ലാണ്ട് വേറെ എന്തെങ്കിലും പണി അറിയോ? ഞാനാരോടായി പറയണത്? നീ മോശമൊന്നും അല്ലല്ലോ. ഒരു കൊലയിലുണ്ടായത് മുഴുവൻ ഒരുപോലെ ആയി പോയല്ലോ എന്റെ ദൈവമേ. അമ്മേ അമ്മ എന്നെ അമ്പിളിന്റെ വരെ കയറിൽ കെട്ടാൻ നോക്കരുത് കേട്ടോ. കടക്കാരെ പഠിച്ചിട്ടേ നാട് വിടേണ്ട അവസ്ഥ പുണ്ണിക്കൊന്നും വന്നില്ല. ഇപ്പോഴും കടക്കാരെ എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. ഓ ആരണ്ട നിന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കണ കടക്കാര്? അമ്മയുടെ പൊന്നാര ആങ്ങള പങ്കിയമ്മാവൻ. പങ്കി എടാ അത് വല്ല 100-200 രൂപ മേടിച്ചു എന്ന് വെച്ചിട്ട് അവനെ കടക്കാരനാക്കിയ നീ? 100-200 അമ്മത് എന്ത് കണ്ടിട്ടാണ്? 2 രമണീനെ മേടിക്കാനുള്ള കാശുണ്ടാവും എനിക്ക് പങ്കിയമ്മാവൻ. അത് അവന് ജോലി ഇല്ലാത്തോണ്ടല്ലേ? ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ജോലിക്ക് ശ്രമിക്കാഞ്ഞിട്ടാ. എന്നോട് പറഞ്ഞു നോക്കട്ടെ, ഞാൻ 2 പശുക്കളെ മേടിച്ചിട്ട് കൊടുക്കാം, നോക്കട്ടെ എന്നാലോടെ നിന്ന്. പിന്നെ അവന് പശുക്കളെ നോക്കി നടക്കലല്ലേ പണി? എടാ അവന് രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുള്ളതാണ്. അവൻ നല്ല നിലയിലാവുമ്പളേ നിന്റെ പൈസ അങ്ങോട്ട് തിരിച്ചു തരും. ആ തരും. കോഴിക്ക് മല വരും അപ്പോഴേക്ക്. സാധാരണ അമ്മാവന്മാരൊക്കെ മരുമക്കൊക്കെ ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടെ നേരെ തിരിച്ചാ. നീയേ നിനക്ക് എന്താ ഇത്ര വലിയ ഹാലിളകാൻ പങ്കിയുടെ കാര്യം പറയാ? എനിക്ക് കാലിളകും. എന്തുവാടാ അമ്മയും മോനോട് ഒരു വഴക്ക്? അച്ഛാ ഷായനെ ഏത് നേരം അമ്പിളിനെ വിളിക്കണം എന്നുള്ള അപ്പൊ അമ്മയുടെ പ്രശ്നം. അതിലാണ് തുടങ്ങിയത്. പിന്നെ അത് പങ്കമാവിലെത്തി. ഒരു കാര്യമില്ലാണ്ട് എന്നോട് വഴക്കിട്ടോണ്ടിരിക്കുകയാണ് അമ്മ. അത് സീതാലക്ഷ്മിയുടെ ഒരു പ്രത്യേകതയല്ലേ ഇവിടെ പുണ്ണി? എന്ത് പ്രത്യേകത? ഇവിടെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലേ ആ പ്രശ്നമായിട്ട് ഒരു ബന്ധമില്ലാത്തവരോട് അവള് വഴക്കിനെയല്ലോ. അച്ഛൻ പറഞ്ഞ കറക്റ്റാ. അതാ ഇവിടെ ഒരു പ്രത്യേകത, മനസ്സിലായോ? അപ്പൊ അമ്പിളി ഷാഹിനെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെന്നാണോ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതിലെന്താ പ്രശ്നം? അമ്പിളിയുടെ ഭാര്യനല്ലേ വിളിക്കണേ, അല്ലാണ്ട് അയൽപക്കത്തുള്ള വേറെ പെൺകുട്ടികളൊന്നുമല്ലല്ലോ. അല്ലച്ചാ ഇവിടെ ഈ സീതാലക്ഷ്മി അവര് തങ്ങളിൽ കണ്ടിട്ട് കുറെ നാളായില്ലയോ? ഒരു ഫോൺ വന്ന് അവര് തങ്ങളിൽ സംസാരിച്ച ഒരു സന്തോഷവും സമാനവും ഒക്കെ കിട്ടട്ടടി. അല്ല അതിന് നിനക്കെന്താ ഇത്ര കുഴപ്പം? അസൂയാണച്ചാ. അമ്മയ്ക്ക് ഇത്ര അസൂയാണെങ്കിലേ അമ്മ എപ്പോഴും ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചോണ്ടിരിക്കും. ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾ എന്തറിഞ്ഞിട്ടായി പറയണത്? അവന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ? അല്ലെങ്കിൽ തന്നെ പണിക്ക് പോകാൻ മടിയുള്ള ചെക്കനാണ്. പിന്നെ ഈ പെണ്ണ് 24 മണിക്കൂർ ഫോൺ ചെയ്തോണ്ടിരുന്നാലേ അവൻ എങ്ങനെ പണിക്ക് പോകുന്നായി പറയണത്? വല്ലവട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ ഫോൺ ഇങ്ങോട്ട് വരുമ്പോഴേ അവനൊന്ന് ഗുണദോഷിക്ക് കൃത്യമായിട്ട് പണിക്കൊക്കെ പോകാൻ പറ. അയ്യടാ അതിനാരെ എന്നെ വിളിക്കണ്?
അവന് പെണ്ണുമ്പിള്ളേനെ വിളിച്ച് തീർന്നിട്ട് വേണമല്ലോ പെറ്റതള്ളേനെ വിളിക്കാൻ സമയം കിട്ടാൻ. അവൻ എന്നെ വിളിക്കാറൊന്നുമില്ല. എന്നെ വിളിക്കാറുണ്ട് കേട്ടോ അച്ഛാ. ഉവ്വോ. ആ എന്നെ പിന്നെ ഞാനും വിളിച്ചിരുന്നു. കണ്ടോ, അപ്പൊ സഹോദരങ്ങളോട് അവന് സ്നേഹമുണ്ട്. സ്നേഹം ഉണ്ടായിട്ടല്ല, പോണതിന് മുമ്പ് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തില്ലേ, ആ ലോണിന്റെ തവണ അടിക്കാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിക്കണതാ. അപ്പൊ അവൻ പൈസ നിനക്ക് അയച്ചു തരാറുണ്ട് അല്ലേ? ആരും അമ്പിളിയാ? ആ എന്റെ അമ്മ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ അടയ്ക്കണത്, അല്ലാണ്ട് അവൻ അയച്ചൊന്നുമല്ല. ആ അതെങ്ങനെയാ? 24 മണിക്കൂർ ഫോൺ ചെയ്തോണ്ടിരുന്നാലേ സഹകരണ ബാങ്കിലത്തെ ലോണൊക്കെ അവിടെ കിടക്കും. ഇതിലും ഭേദം അവൻ ഗൾഫ് പോവാതിരിക്കായിരുന്നു. ആ പോണതിന് മുമ്പ് അടവ് ഞാൻ അടയ്ക്കണത്, ഇപ്പോഴും ഞാൻ അടയ്ക്കണത്. ഇതിന്റെ പേരോ ഗൾഫുകാരന്റെ ഏട്ടൻ. ആ ഇതാണ് ഞാൻ പറയണത്, അവരുടെ ഫോൺ വിളി നിർത്തണം എന്ന്. അമ്മേ, അമ്മ നേരിട്ട് പോയേ, പോയിട്ട് ആ സ്വിച്ച് ഒന്നിട്ടെ, ഇതവിടെ കൊണ്ടുവെക്ക്. ഞാൻ പറയണേനാണല്ലോ കുറ്റം. അതെ, സീതയ്ക്കൊരു അച്ഛാ, അച്ഛൻ ചെല്ല്, എനിക്കിവിടെ തൊഴുത്തിൽ ഒരുപാട് പണിയുണ്ട്. കുറെ നേരം ഞാൻ വായിട്ട് അലക്കാൻ തുടങ്ങിയിട്ട്. അച്ഛൻ ചെല്ല്, ചെല്ലച്ചാ. ഒരു പണിയിട്ട് നടക്കില്ല, ഒരു പണിയിട്ട് ചെയ്യാൻ ആരും സമ്മതിക്കില്ല. ഐ അങ്ങനെ അല്ല അമ്പിളിക്ക ഞാൻ പറയുന്നത്. നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതിന് ഇവിടെ എല്ലാരും എന്തൊക്കെയാ പറയണേന്നറിയോ? അന്നൊന്ന് ഫോൺ വിളിക്കാൻ പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി. തമാശക്ക് പറയുന്ന അല്ല, കാര്യമായിട്ട് എല്ലാരും പറയണേ. ഞാനാണെങ്കിലേ അമ്പിളിക്ക ഇല്ലാതെ എത്ര കഷ്ടപ്പെട്ടാ ഇവിടെ നിൽക്കുന്ന എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എടുത്തു വെച്ചു. എന്താണ് ശരിക്കും? അമ്പിളിക്ക ചുമ്മാ പറ്റിക്കാൻ പറയല്ലേ? എന്നാ എനിക്ക് പ്രോമിസ് കാര്യമായിട്ടാണോ? എത്ര നാളത്തേക്കാ? 3 മാസം? അയ്യോ, എന്നാലേ ഞാനിത് ഇവിടെ എല്ലാവരോടും പറയട്ടെ. ഓക്കെ ഓക്കെ. എന്താടി പിന്നെന്താ എന്റെ ചേച്ചി, ഞാനേ ഗൾഫിലേക്ക് പോന്നു. ഇങ്ങോട്ട് ചേച്ചി ഞാൻ ഗൾഫിൽ പോവാന്ന്. അത് പറ്റില്ല. അല്ല, അതെങ്ങനെ ശരിയാവും? എന്താ ശരിയാവത്തെ? നീ എങ്ങനെ പോവും? എന്റെ ചേച്ചി അതല്ലേ ഞാൻ പറഞ്ഞു, അമ്പിളിക്ക് എന്നെ ഗൾഫിലേക്ക് വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുപോവാ. ഞാൻ ഗൾഫിൽ പോവാ, ഞാൻ ഗൾഫിൽ പോവാ, ഞാൻ ഗൾഫിൽ പോവാ. അതൊക്കെ വെറുതെ അമ്പിളിയുടെ പണ്ടേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറ്റിക്കും. നിന്നെ വെറുതെ പറ്റിക്കണതാ. ചേച്ചി ഇത് പറ്റിക്കാൻ പറയുന്നല്ല, കാര്യമായിട്ടാണ്. നിനക്ക് അറിയഞ്ഞിട്ടാ, അമ്പിളിയുടെ പണ്ടേ ഉണ്ട് ഈ സ്വഭാവം. പാവം അമ്മ എത്ര വട്ടം റെഡിയാക്കി നിർത്തിയിട്ടുണ്ടെന്ന് അറിയാമോ സിനിമയ്ക്ക് കൊണ്ടുപോകാന്നിട്ട്. ഇത് കൊണ്ടുപോവില്ല. എന്റെ ചേച്ചി അമ്മയെ പോലാണോ ഞാൻ? അമ്മ എവിടെങ്കിലും കൊണ്ടാകൊള്ളുവോ? അങ്ങനല്ല, അമ്മ എവിടെങ്കിലും പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ. ഞാനാണെങ്കിൽ പാവല്ലേ. അത് മാത്രല്ലടി, ഭയങ്കര ചെലവല്ലേ ഇതിനൊക്കെ. അയ്യോ, ഇതിനങ്ങനെ ചെലവൊന്നും ഇല്ലാന്ന്. 3 മാസത്തേക്ക് വിസിറ്റിംഗ് വിസയിലല്ലേ പോന്നേ, അതിന് വലിയ ചെലവൊന്നും ഇല്ലാന്ന് അമ്പിളിക്ക് പറഞ്ഞേ. അങ്ങനെയല്ലല്ലോ, എന്തായാലും ഒരു ചെലവ് ഉണ്ടാവും. അതെ, സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് വേണ്ടി അങ്ങനെ പലതും ചെയ്യും. അതിന് നമ്മളെന്തിനാ വേണ്ടെന്ന് വെക്കണേ? നീ വേണ്ടാന്ന് വെക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എന്താന്നറിയോടി, ഈ മരുഭൂമിയിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും, നീ കരിഞ്ഞു പോവും. അതിന് ഞാൻ മരുഭൂമിയിലല്ലേ പോണേ, വേറെ റൂം ഉണ്ടാവില്ലേ? അല്ല, അവിടെ പൊതുവെ ചൂടല്ലേ. അത് കുഴപ്പമില്ല, AC റൂമൊക്കെ സെറ്റ് ചെയ്തോളാം അമ്പിളിക്ക് അവിടെ. AC റൂമോ? നീ അധികം ഇങ്ങനെ തുള്ളിച്ചാടൊന്നും വേണ്ടട്ടോ. അല്ല, അമ്പിളിയെണ്ണ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, എന്ത് സംഭവിക്കാലോ. ഒന്നും സംഭവിക്കില്ല, ഷാഹിൻ അങ്ങനെ ഗൾഫിലേക്ക് പോകും. അല്ലടി, ബുദ്ധിപരമായിട്ട് നീ ഇപ്പൊ ചിന്തിക്കണം. എന്താ? ഇപ്പൊ നിനക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ നീ ഇവിടെ നിക്ക, എന്നിട്ട് ഒരു കുട്ടിയൊക്കെ ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവാ. അപ്പൊ കുട്ടീനെ അവിടെ സ്കൂളിലും ചേർക്കാം, നല്ല സൗകര്യത്തിൽ പഠിപ്പിക്കുകയും ചെയ്യാം. അതാണ് നല്ലത്. എന്റെ മന്ദബുദ്ധി ചേച്ചി, കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോവില്ലേ? ഇതാവുമ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഗൾഫിൽ മൊത്തം അടിച്ച് പൊളിച്ച് കറങ്ങി എനിക്ക് ഓർക്കാൻ വയ്യ. അയ്യത് വേണ്ട, അങ്ങനെയല്ല. നീ ആലോചിച്ച്
ആലോചിച്ചിട്ട് മതി എന്നാ ഞാൻ പറഞ്ഞേ. അതെ, ഇതൊരു ഗോൾഡൻ ചാൻസ് എനിക്ക് കിട്ടും. ഞാനൊന്നും മിസ്സാക്കൂല. ഞാൻ അങ്ങനെ ഗൾഫിലേക്ക് പോട്ടെ. ഞാൻ എന്നാലേ അമ്മയോട് പോയി പറയട്ടെ കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ പറയും. ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഗൾഫിൽ പോവാണേ. ഈ അമ്പിളിയുടെ എന്തിന്റെ കേടാ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാഞ്ഞിട്ട് പുറത്തെ ആവശ്യമില്ലാത്തൊരു. ഇത് പൊളിക്കേണ്ടി വരും. എന്തിന് നീ എപ്പോഴാ വന്നേ? എന്തിനപ്പാ അത് പൊളിക്കണേ?